സ്വർഗീയ പിതാവാം ദൈവമേ, ഇതുവരെ ഞങ്ങൾ നടത്തിക്കൊണ്ടുവന്ന് അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളോട് കാണിച്ച ദയയ്ക്കും കരുണയ്ക്കും ഞങ്ങളെ മാത്രം എത്രയും ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് തിരുസന്നിധിയുടെ അടുത്ത് വരുന്നു. തുറന്ന് നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. നിൻ്റെ കൃപ ഞങ്ങളെ ഭരിക്കണമേ. നിൻ്റെ കൃപ ഞങ്ങളെ അധീനപ്പെടുത്തണമേ. എല്ലാ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാം ഞങ്ങളെ ധ്യാനിക്കുമ്പോഴെല്ലാം തിരുവഴുത്തുകൾ കൂടെയൊക്കെ ഞങ്ങളതിൽ വ്യാപരിക്കുവാണ്ടൊക്കെ തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായി സ്തുതിയും മഹത്വത്തോട് മാത്രം എടുക്കത്തുള്ള സമയവചനത്തിൻ്റെ വാദങ്ങൾക്ക് തുറന്നു തരണമേ. അവിടെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പകർന്നു വരുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ, ജ്ഞാനത്തെ, ഹൃദയങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കണമേ. സ്വർഗീയ ജ്ഞാനം ഞങ്ങളിലേക്ക് പകരണമേ. തിരുനാമത്വപ്പെടുത്തണമേ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപയാലും ദൈവനാലും അവിടുത്തെ കനിവാലും അവിടുത്തെ ദീർഘക്ഷമയാലും നമുക്ക് ഒരു ദിവസം കൂടെ ദൈവം തന്നതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും നമ്മൾ കർത്തൃ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ടായിരിക്കും. നമ്മുടെ സംസാരത്തിലോ അനുദിന ജീവിതത്തിൽ പകൽ നേരത്ത് വന്നതായ എന്തെങ്കിലും ഇതിലോ നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്തിട്ട് അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. അതിന് വാക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരി, കയ്പില്ലാത്തൊരു ഹൃദയമുള്ളതായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അത് ഷെയർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ക്ഷമിക്കുമ്പോൾ, ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളൊന്നും ദൈവം ക്ഷമിക്കുകയാണ്. അപ്പം അതിന് മാത്രം ഒരു കണ്ടീഷണലായിട്ട് പറയുന്നുള്ളൂ. നാം 149 സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ 2, 3, 4 വാക്യങ്ങളോളം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഓരോന്നും വിസ്തരിക്കുവാൻ അത് ഓരോന്നും അതിൻ്റെ ഡീറ്റെയിൽ, കാരണം തിരുവചനം തന്നെ വചനത്തെ സാക്ഷിക്കുന്നതാണ്. അപ്പോൾ സങ്കീർത്തനം തന്നെ സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് മാറുന്നുണ്ട്. ഒരു ഭാഗത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊരു ഭാഗത്ത് അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ആരംഭത്തിലെല്ലാം കർത്താവേ നീ നിൻ്റെ നിലവിളി കേൾക്കുന്നില്ലേ എന്നൊക്കെ 5-ാം സങ്കീർത്തനത്തിൽ എല്ലാ 5, 3, 4 എല്ലാ സങ്കീർത്തനത്തിലൊക്കെ നിലവിളിക്കുന്ന ഒരു ഭക്തൻ്റെ നിലവിളിയുടെ ശബ്ദമാണ് നമ്മളോട് കേൾക്കുന്നത്. യാചനയുടെ ശബ്ദം, കണ്ണുനീരിൻ്റെ ശബ്ദം, വേദനയുടെ ഒക്കെ ശബ്ദങ്ങളാണ് കേട്ടത്. എന്നാൽ ഈ സങ്കീർത്തനം തീരുന്ന ഈ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം സ്തുതിയുടെ ശബ്ദമായിട്ടത് മാറുകയാണ്. സ്തുതികളായത് പരിണമിക്കുകയാണ്, അത് രൂപാന്തരപ്പെടുകയാണ്. സ്തുതി സ്തോത്രങ്ങളാൽ അത് മാറുകയാണ്. കാനാവിലെ കല്യാണത്തെക്കുറിച്ചൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയും, അവരുടെ ആ സന്തോഷങ്ങളെല്ലാം സ്തുതിയും സ്തോത്രവുമായി പരിണമിച്ചു. ഒരു കല്യാണം വീട് എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ ആ സന്തോഷം സ്തുതിയും സ്തോത്രവുമായിട്ട് പരിണമിച്ചു എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം അവരറിയുവാൻ തുടങ്ങി. എല്ലാ ഇതിലും നമ്മൾ എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് നടത്തിയാൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനത്തിൻ്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഒന്നിലും പുറമേയുള്ള അറേഞ്ച്മെൻറ്റ്സ് നല്ലപോലെ അറേഞ്ച് ചെയ്യുന്ന നല്ലതായിരിക്കും. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി അതിൽ അനുഗ്രഹമാകുന്ന ദൈവ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിട്ട് മാറിപ്പോകുന്നതാണ്. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവന് സന്തോഷിക്കട്ടെ. നമ്മുടെ സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നുള്ളൊരു ബോധ്യം. സിയോൻ്റെ മക്കൾ തങ്ങൾ രാവിലെ ആനന്ദിക്കട്ടെ എന്ന് 2-ാം വാക്യത്തിലൂടെ പറയുക. തുറന്നു പറയുന്നത് എങ്ങനെ അവൻ്റെ സന്നിധിയിലേക്ക് വരും? അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. അവിടെ വരെയാണ് നമ്മൾ ചിന്തിച്ചത്. തപ്പിനോടും നൃത്തത്തോടും കൂടെ, അതായത് എന്ന് പറഞ്ഞാൽ റിജോയ്സ്, സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണല്ലോ നൃത്തം എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട് 30-ാമത്തെ സങ്കീർത്തനത്തിൽ, നീ എൻ്റെ വിലാപത്തെ 30:11 നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എൻ്റെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. 12-ാമത്തെ വാക്യം, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തന്നെ പറയുന്നതാണ് സ്തുതിയും സ്തോത്രത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണമെന്ന് പറയുന്നത്. അത് കാളേക്കാളും മൂരിയേക്കാളും ദൈവത്തിന് പ്രസാദകരമാണെന്ന് പറയുന്നത്. 100-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? 100-ാം സങ്കീർത്തനം 4-ാം വാക്യം, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്യുന്നവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെത് എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ഇതാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ളത്. അതിനുമ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ച ഒന്നത്തിലേക്ക് കൂടെ നമുക്ക് പോകുന്ന നല്ലതായിരിക്കും. 95-ാം സങ്കീർത്തനം നമ്മൾ കണ്ടു എന്നാണ്, വരുവീൻ. എല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. പർവ്വതങ്ങൾ, ശിഖരങ്ങൾ അവനുള്ളത്, സമുദ്രം അവനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയാം, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയാം, 95-ാം സങ്കീർത്തനം 6-ാം വാക്യം, വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ.
വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മളെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. അത് തന്നെ ഇവിടെ മറ്റൊരു ഇതിൽ പറയുകയാണ്, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവന് സന്തോഷിക്കട്ടെ എന്ന് പറയാം. അതാണ് സൃഷ്ടാവിൻ്റെ ഇത്. നമ്മെ മെനഞ്ഞ ഉടയവൻ്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ദൈവസന്നിധിയിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പരാതികളൊക്കെ ആയിട്ട് ചെന്നാൽ തിരിച്ച് ദൈവം നമ്മളെങ്ങനെ വിടുമോ? വെറുങ്കയായി വിടുമോ? ഇല്ല. നമ്മൾ ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും അനുഗ്രഹത്തിൻ്റെ ഒരു സ്തുതിയിലേ അത് നിർത്താൻ നമുക്ക് പറ്റുകയുള്ളൂ. ദൈവം എല്ലാം ഏറ്റെടുക്കും, വേദനകൾ, നൊമ്പരങ്ങളെല്ലാം. അതാണ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, 12 വിശേഷാൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഭാഗം തുടരുമ്പോൾ പറയുകയാണ് 13-ാമത്തെ വാക്യം, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അപ്പോൾ കഷ്ടത ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു ഇതാണെന്ന് പറയാം. ദ ട്രെയിനിങ് പീരിയഡ്, പ്രയർ ടു ഹൗ ടു പ്രേ. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ കാത്തിരിക്കണം, പ്രതീക്ഷിക്കണം. സങ്കീർത്തനം മുഴുവൻ നമ്മൾ കാണുന്നത് കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുക. ഞാൻ എൻ്റെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു, അവൻ എൻ്റെ സങ്കടങ്ങൾ കേട്ടു, എൻ്റെ കണ്ണുനീർ കണ്ടു, ആ കഷ്ടത എൻ്റെ സകല ഭയങ്ങളൊന്നും അവനെ വിടുവിച്ചു. പ്രാർത്ഥിക്കുന്നു, വിടുതൽ ലഭിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, അതിനുള്ള റിസൾട്ട് ലഭിക്കുന്നു, തിരി ലഭിക്കുന്നു. അപ്പോൾ അത് സ്തുതിയായിട്ട് പരിണമിക്കുകയാണ്. അപ്പോൾ സുഖം കിട്ടുകയാണ്, അപ്പോൾ സൗഖ്യം കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പാട്ട് പാടണം, ദൈവത്തെ സ്തുതിക്കണം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുമ്പിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനോട് എടുത്തിരിക്കും, അവൻ്റെ ഡ്യൂട്ടി അതാണ്. അവൻ ഭിക്ഷ യാചിക്കണം, അവരാ പൈസയെ കളക്ട് ചെയ്യും. ഇതങ്ങനെ എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാം. എന്നാൽ യേശു ഇവർ വന്നപ്പോൾ ഇവർ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ഇവരെ നോക്കി. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് 3:6 പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. എനിക്കുള്ളത് അവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയാം, പത്രോസ് യോഹന്നാനോട് കൂടെ അവൻ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവനെ അപ്പോൾ നോക്കി, എന്നെ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നോക്കിയത്. പക്ഷെ കിട്ടിയതെന്താ? അവൻ സൗഖ്യമാണ് കിട്ടുന്നത്. അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നെരിയാണിയും ഉറച്ചവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ട് ഇവൻ ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ഉടനെ അവരെ വിളിച്ചിട്ട് തടയുന്നുണ്ട്, അങ്ങനെ ഒന്ന് ചേരുന്നൊക്കെ പറയാം. പക്ഷെ അവന് കിട്ടിയ സന്തോഷം കൊണ്ടും അമ്മയുടെ ഗർഭം മുതൽ നടക്കാത്ത ഒരു മനുഷ്യൻ, മുടന്തനായ ഒരു മനുഷ്യൻ നടക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ സന്തോഷം എന്തുമാത്രം അധികരിച്ച് കാണും. അതുകൊണ്ട് അവനത് നൃത്തം ചെയ്യുകയാണ്. അവന് ദൈവത്തെ സ്തുതിക്കുകയാണ്. കുതിച്ചും നടന്നും തുള്ളിയും, അല്ലെ, കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തുകയാണ്. പ്രിയർ, ദൈവത്തെ സ്തുതിക്കുക, നൃത്തം ചെയ്യുക എന്നൊക്കെ പറയുന്ന സന്തോഷത്തിൻ്റെ ഇതാണ്. എന്നാലത് വൾഗറായിട്ട് പോകാതെ സൂക്ഷിക്കണം, അത് ലൗകികമായ രീതിയിലേക്ക് പോകാതെ സൂക്ഷിക്കണം. അല്ലേ, ദാവീദെല്ലാം ദൈവത്തെ ഭയഭക്തിയോടുകൂടിയാണ് ആരാധിക്കുന്നത്, നൃത്തം ചെയ്യുന്നത്. എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയാമോ? ക്രൈസ്തവ ജീവിതത്തിലേക്ക് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അതായത് ഈ തെറ്റായ ജീവിതത്തിൽ കൂടെ ഈ നൃത്തങ്ങൾ ആടിയിരുന്നവർ അവരൊക്കെ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോഴത്തേക്ക് അതിന് കുറ്റം പറയുക. എന്നാൽ അന്നുവരെയും തെറ്റായ കേന്ദ്രങ്ങളിൽ ചെന്ന് ഈ നൃത്തത്തിൻ്റെ വൈകൃതമായ ഭാവങ്ങളും നൃത്തം ചെയ്തപ്പോൾ അതിനൊന്നും ആരും കുറ്റം പറഞ്ഞില്ല. അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അതിനെതിരെ പരിഹരിക്കും. അതങ്ങനെ അത് മദ്യപിച്ച് നടക്കുമ്പോൾ ആരും ഒന്നും ചോദിക്കത്തില്ല. അവനങ്ങ് രൂപാന്തരം വരട്ടെ, അവനെ അറിയത്തില്ല, നമുക്ക് അവനെന്താ ഇപ്പോൾ വലിയ ഭക്തൻ നടിച്ച് നടക്കുന്നു, അതിനെ പറയത്തില്ല. മനുഷ്യൻ അങ്ങനെയാണ്, അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൻ തെറ്റിൽ ജീവിക്കുമ്പോൾ ആരും ഒന്നും പറയത്തില്ല. അവനെന്തെങ്കിലും പ്രയറിനോ മീറ്റിങ്ങിനോ എന്തെങ്കിലുമൊക്കെ പോകാൻ തുടങ്ങട്ടെ, അപ്പോഴത്തേക്കും തുടങ്ങി അവൻ്റെ ഒരു ഭക്തി അവനിപ്പോൾ വന്നോളൂ, എന്തൊക്കെയായിരിക്കും പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയുടെ രൂപാന്തരം എന്നാൽ അവനെ താങ്ങുവാനായിട്ട് സാധിക്കുക, അവനോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് ദൈവം. അങ്ങനെ നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്ന ദൈവം നമ്മളോടും അങ്ങനെയല്ലേ ദൈവം കാണിക്കുന്നല്ലേ? നമ്മൾ ചെയ്തതിന് ഒത്തവണ്ണമാണോ ദൈവം നമ്മളോട് ചെയ്യുന്നത്? എല്ലാം നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണവൻ നമ്മളോട് പകരം ചെയ്യുന്നില്ല എന്നാ പറയാൻ തിരുവഴുത്ത്. അതുകൊണ്ട് നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാനിടയായി തീരട്ടെ.
അവിടെ പറയുകയാണ്, തപ്പിനോട് അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന് നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. രക്ഷ എന്ന് പറയുന്ന ഒരു അലങ്കാരമായിട്ട് അവിടെ പറയുന്നത്, രക്ഷ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം അല്ലേ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴും വീണകൾ മീട്ടിക്കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ്. അതുപോലെ എന്താ പറയുന്നത്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പുരുഷാരത്തെ നമ്മൾ കാണുന്നുണ്ട്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ എങ്ങനെയായിരിക്കും? അതുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ആരാധനകളിലുമൊക്കെ എല്ലാം മിക്ക ഇതിലുമൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഈ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ആരും സമ്മതിക്കത്തില്ല. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ റിയാലിറ്റിക്ക് അനുഭവത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തൊരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്രിയരെ, അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹത്തിൽ, അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന രൂപാന്തരത്തിൽ, അവരുടെ തിരിച്ചറിവിലൊക്കെ നമ്മൾ സന്തോഷിക്കുവാൻ, അവരെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, താങ്കൾ കൊടുക്കുവാൻ, അവരെ കൈത്താങ്ങുവാനായിട്ട്. അവരൊന്നും ഒറ്റ ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആകുന്നത് ഒരു മനുഷ്യനും ഇല്ല. പെർഫെക്ഷനിലേക്ക് ദൈവം നടത്തുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായോ? പിന്നെ അതിൻ്റെ ഓരോ, അപ്പോൾ ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടുകൊണ്ട് ആ വ്യക്തി എല്ലാം തികവായിരിക്കണമെന്ന് ചിന്തിക്കാൻ ദൈവം പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും? അവൻ ഗ്രാജുവലായിട്ട് വളരട്ടെ. അവൻ മച്യൂരിറ്റിയിലേക്ക് അത് വളരുകയാണ്, വളർച്ചയുടേതാണ് അല്ലേ. മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ ശിശു എന്ന പോലെ, തുടർന്ന് കട്ടിയായുള്ള ആഹാരം പ്രാപിക്കാൻ പ്രാപ്തിയാക്കണം. പിന്നെ ബാല്യക്കാരെ നിങ്ങൾ ശക്തരാണ്, യൗവനക്കാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആത്മീക ജീവിതത്തിലും ഈ വളർച്ചയുടെ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അത് ക്ഷമയോടുകൂടി അത് അംഗീകരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത് പറയുക? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം അല്ലേ നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത്? അഹങ്കരിക്കാനൊന്നുമില്ല. ദൈവമേ, ഒന്നുമില്ല. ഇപ്പോൾ ഇതുവരെയും വന്നതിൽ ഒന്നും ഞങ്ങളുടെ എന്ന് പറയാനില്ല. എല്ലാം ദൈവം കൃപ തന്നു. ഞങ്ങളുടെ ആയുസ്സും ജീവനും ആരോഗ്യവും എല്ലാം ദൈവമേ നീ തന്ന ദാനമാണ്. അപ്പോൾ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം. തുറന്നു പറയുകയാണ് 5-ാമത്തെ വാക്യം, ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. ഇവിടെയും ദൈവമഹത്വം അവർക്ക് ദർശിക്കാൻ പറ്റും. വരുന്ന രാജ്യത്തിലും ദൈവമഹത്വത്തിൽ ഇവർ പ്രവേശിക്കും അല്ലെ. മഹത്വത്തിൽ പ്രവേശിച്ചു എന്ന് പറയും, വാങ്ങിപ്പോയവരെ കുറിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയും. അതിലെന്തൊരു പ്രത്യാശയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ ആ ഒരു സാക്ഷ്യം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. മരിച്ചതിന് ശേഷം ഒരു സംശയാസ്പദമായ ഒരു അവസ്ഥയിലല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ, പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ദേഹം ഇങ്ങനെ തൊക്കന്നെ നശിച്ച ശേഷം ഞാൻ എൻ്റെ കർത്താവിനെ കാണും. ദേഹസഹിതനായി കാണുമെന്ന് ട്രാൻസ്ലേഷൻ പറയാം. ദേഹസഹിതനായി തന്നെ ഞാൻ അവനെ കാണുമെന്ന് പറയും. പഴയ നിയമത്തിലെ പ്രത്യാശയാണ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവിൽ മൃതരായ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. സ്തേഫാനോസ് കണ്ടില്ലേ, ആ ആരംഭത്തിൽ തന്നെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ദീർഘായുസൊന്നും പുതിയ നിയമത്തിൽ ദീർഘായുസ് അനുഗ്രഹമായിട്ട് പറയുന്നില്ല. ആയുസ് തരുന്ന ഒരു ദിവസം നിന്നാലും ദൈവത്തിന് വേണ്ടിയാണത്. സ്തേഫാനോസ് ആരംഭത്തിൽ തന്നെ അവിടെ കല്ലേറ് കൊണ്ട് മരിക്കുകയാണ്. പക്ഷേ മരണസമയം എന്താണ്? അവൻ നിദ്രപ്രാപിച്ചു എന്ന് പറയുന്നത്. അവിടെ കാണുകയാണ് സ്വർഗം തുറന്നിരിക്കുന്ന, പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ പിതാവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. അത് ആരംഭത്തിൽ തന്നെ പ്രത്യാശ കണ്ടു. അതാണ് ഏറ്റവും സവിശേഷം. ആരംഭത്തിൽ തന്നെ എൻ്റെ അവസാനം എന്തായിരിക്കും ദൈവം കാണിച്ചു കൊടുക്കുക. ഈ ഒരു സത്യ വിശ്വാസി ലോകത്ത് മാറ്റപ്പെടുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ്? പ്രവേശിക്കുന്ന മഹത്വത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എൻ്റർ ഇൻ ടു ദാറ്റ് ഗ്ലോറി ഓഫ് ഗോഡ്. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ശാന്തതയോടെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അവിടെ ശാന്തതയുണ്ട്, സമാധാനത്തോടെ കിടന്നുറങ്ങും. എന്താ പ്രിയരെ, എത്ര നല്ല മെത്ത വാങ്ങിയിട്ടാലും ഉറക്കമില്ലെങ്കിൽ എന്ത് പറ്റും? സമാധാനമായിരിക്കണം നമ്മുടെ തലയിണ എന്ന് പറയുന്നത്. പില്ലോ എന്ന് പറയുന്നത് നമ്മുടെ സമാധാനം, ദൈവത്തിൽ ആശ്രയമായിരിക്കണം. അവിടെയാണ് നമുക്ക് ആശ്വാസത്തോടെ നമുക്ക് നമ്മൾക്ക് വിശ്രമിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. വരുവീൻ, നമ്മെ നമ്മിച്ചവൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ അർപ്പിക്കാം. ദൈവികത മിന്നെന്ന് തിരിച്ചറിഞ്ഞത് ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കണമെന്ന് നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾക്ക് സ്തുതിക്കുന്നപ്പാ. തിരുവെഴുത്തിൻ്റെ ആഴങ്ങളിൽ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാ ദൈവമേ, അടികൾ ഓരോരുത്തരും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവകാശം തന്നതാൽ സ്തോത്രയാഗം അനുദിനവും കരുന്നടിയാൻ അത്യാദരവാ. സ്തോത്രം നാഥ
നാഥ സ്തോത്രം.